ക്രൈസ്തവ സഭകൾ ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകത വളരെ അതിക്രമിച്ചു. എന്നാൽ പലപ്പോഴും താല്പര്യ കക്ഷികൾ അതിനകത്തേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഒരു അവസ്ഥകളൊക്കെ ഉണ്ട്. ചില സമയങ്ങളിലൊക്കെ അതേപോലെ തന്നെ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അങ്ങ് അതിനെ ഒരു ആകുലതയായിട്ട് അല്ലെങ്കിൽ ഇനി ഒരു ആകാംക്ഷയായിട്ട് കാണുന്നുണ്ട്. എന്താണ് ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ, സഭകളുടെ അവസ്ഥ എന്താണ്? ആ ഒരു യൂണിറ്റി നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്താണ്? ഐക്യമാണ് ആവശ്യമായിരിക്കുന്നത്. അതേ അവസരത്തിൽ തന്നെ ഡൈവേഴ്സിറ്റി ആഘോഷിക്കപ്പെടുകയും ചെയ്യണം. അതുകൊണ്ട് സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ആൻഡ് ഗ്രോ ഇൻ യൂണിറ്റി, ഇതായിരിക്കണം സഭകൾ ഏർപ്പെടുന്ന എല്ലാ രംഗങ്ങളിലും എല്ലാ സഭാവിഭാഗങ്ങൾക്കും ഉണ്ടാവേണ്ടത്. നമ്മളുടെ വ്യത്യസ്തമായിട്ടുള്ള ആളുകളെയും കാഴ്ചപ്പാടുകളെയും ഒക്കെ മനസ്സിലാക്കാനായിട്ടൊരു തുറവി നമുക്കുണ്ടാകുന്ന അവസരത്തിൽ ഒരുമിച്ച് നിന്ന് കാണുന്നതിനായിട്ട് ഇടയായിട്ട് തീരും. അങ്ങനെ ഒരുമിച്ച് ഒരു സൂര്യാസ്തമയത്തെ അതിൻ്റെ സൗന്ദര്യത്തെ വീക്ഷിക്കുന്നതായിട്ടുള്ള വ്യക്തികൾക്ക് മനസ്സിലുണ്ടാകുന്നതായിട്ടുള്ള ആഹ്ലാദം ഈ രംഗങ്ങളിലും ഉളവാകുവാനായിട്ട് സാധ്യം ആണ് എന്നത് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് പൊതുവായിട്ടുള്ള വിഷയങ്ങളിൽ, മനുഷ്യബന്ധിതമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം ഏർപ്പെടുമ്പോൾ എങ്ങനെയാണ് പല കാഴ്ചപ്പാടുകളെ ഒരുമിച്ച് സ്വീകരിക്കുന്നതിനായിട്ടും അതേ അവസരത്തിൽ തന്നെ ഐക്യരൂപത്തിൽ പ്രവർത്തിപ്പാനായിട്ടും ഇടയായി തീരുന്നത് എന്നുള്ളൊരു പരിശ്രമം നമ്മളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടതായിട്ടുണ്ട്. അതുണ്ടാവുന്നതിനായിട്ട് ഞാനും ശ്രമിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടുന്നതായുള്ള സഭയും അപ്രകാരം പ്രവർത്തിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ ഇടയാവുന്നത്. ഇന്ന് ബൈബിൾ സൊസൈറ്റിയുടെ കേരള ഓക്സിലറിയിലും നിലയ്ക്കൽ എക്യുമെനിക്കൽ ട്രസ്റ്റിലും NCCIയിലും നാഷണൽ ക്രിസ്ത്യൻ കൗൺസിൽ ഓഫ് ഇന്ത്യയിലും അതേ അവസരത്തിൽ തന്നെ കമ്മ്യൂണിയൻ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയിലും ഒക്കെ നേതൃത്വം നൽകുവാൻ മാർത്തോമാ സഭയ്ക്ക് സാധ്യമായിട്ട് തീർന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ സാധിച്ചിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും അപ്രകാരം തന്നെ പ്രവർത്തിക്കുന്നു. ആ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോഴും എല്ലാ സഭാഭാഗങ്ങളെയും ഒന്നിച്ചു നിർത്തുന്നതിനായിട്ടുള്ള ഒരു വേദിയായിട്ട് തീരും എന്നതിൽ ഞാൻ കണക്കാക്കുന്നത്. അത് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറെ ആവശ്യമാണ്. ഐക്യമാണ് ആവശ്യം. ഒന്ന് രണ്ട് ചോദ്യങ്ങളോടെ ഈ ടോക്ക് ഷോ ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ എന്നെ ചിന്തിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. മാർത്തോമാ സഭയിൽ മറ്റുള്ള സഭകളെ സംബന്ധിച്ച് യങ്സ്റ്റേഴ്സ് വളരെ ആക്റ്റീവാണ്. ഇപ്പോൾ അമേരിക്കയിലായാലും മറ്റേത് രാജ്യങ്ങളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും ധാരാളം പ്രയർ സെല്ലുകളും യൂത്ത് ഗ്രൂപ്പുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് നമ്മുടെ കേരളത്തിൽ ധാരാളം കുട്ടികൾ ഇവിടുന്ന് ചേക്കേറി പോകുന്നു. അമേരിക്കയിലുള്ള പല ചർച്ചുകളിലുള്ള യങ്സ്റ്റേഴ്സ് ഇംഗ്ലീഷ് ചർച്ചുകളിലേക്ക് പോവുകയാണ്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത് നമ്മുടെ സഭയുടെ പരിമിതിയാണോ പരാജയമാണോ? എന്താണ് സംഭവിക്കുന്നത്? ഒന്ന്, ന്യൂ ജനറേഷനെ നാം മനസ്സിലാക്കേണ്ടതായുള്ള ആവശ്യകതയുണ്ട്. ഇന്ന് ഞാൻ ജീവിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ 4ാം തലമുറയെ ഞാൻ കാണേണ്ടി വരുന്നു എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടതായിട്ടുള്ളൊരു വസ്തുത. അപ്പോൾ ഒരു തലമുറയും 4 തലമുറകൾ കഴിഞ്ഞുള്ളതുമായിട്ട് ആൾക്കാരുടെ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും വ്യത്യാസമുള്ളതായിട്ട് തീരും. ഞാനൊക്കെ ജനിച്ചു വളർന്നതായിട്ടുള്ള അവസരത്തിൽ മാതാപിതാക്കൾ പറയുന്നത് പരിപൂർണമായി കേട്ടനുസരിക്കുന്നതല്ല രീതിയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ തലമുറയിൽ അവർ പറയും, ഞങ്ങൾക്ക് ഇന്നതാണ് പഠിക്കേണ്ടത്, ഇന്നടത്താണ് പോകേണ്ടത്, ഇന്നതാണ് ആവശ്യം. അതനുസരിച്ച് മാതാപിതാക്കൾ അവരോട് ചേരുന്നതായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക് കാണാനായിട്ടിടയാവുന്നത്. ഇന്നത്തെ യൂത്ത് മൈഗ്രേഷനിൽ അവർ വളരെ അഗ്രസീവാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയമില്ല. എന്നാൽ അതിനകത്ത് നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് ഉന്നതമായുള്ള വിദ്യാഭ്യാസം കിട്ടണം, നല്ല ജോലി കിട്ടണം, നല്ലതായിട്ട് ജീവിക്കാനിടയാവണം, ഒരു പെർമനൻറ്റ് റെസിഡൻസ് ഉണ്ടാവണം, തൽഫലമായിട്ട് തൻ്റെ ഭവനത്തിലുള്ള ആൾക്കാരെല്ലാം ഒരുമിച്ച് അവിടെ കൊണ്ടുപോകുന്നതിനായിട്ടിടയാവണം. ഇങ്ങനെയുള്ള ഉദാത്തമായ ചിന്തകൾ അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. എന്നാൽ അത് ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്ത് നിറവേറി മുന്നോട്ട് പോകേണ്ടതായുള്ള ആവശ്യകതയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിന് കാലതാമസമൊക്കെ ഉണ്ടാകും. പക്ഷെ അതിനകത്തൊരു പ്രശ്നമുള്ളത്, ഇപ്പം ഈ പഴയ രീതിയിലുള്ള കുർബാന രീതികൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ള ന്യൂ ജനറേഷൻ ചർച്ചുകളെ നമ്മുടെ ചെറുപ്പക്കാർ പോകുന്നതിൻ്റെ പിന്നെ നമ്മുടെ ആരാധനാക്രമങ്ങൾക്ക് മാറ്റം വരണ്ടേ? എന്നേ ഒരേ പാറ്റേണിലുള്ള ആരാധനകൾ ചെറുപ്പക്കാർ മടുത്തു പോകുന്നു. അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത്? 2 തരത്തിൽ തന്നെ കാണേണ്ടതായുള്ള ആവശ്യകത തന്നെ. ഒന്ന്, ചിലത് മാറ്റപ്പെടുവാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സേ ഫോർ എക്സാമ്പിൾ തിയോളജിക്കൽ ബേസിസ് ഓഫ് ലിറ്റർജി. അത് കാണുന്ന കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാകുമെങ്കിലും അതിൻ്റെ സത്താപരമായുള്ള രംഗങ്ങളിൽ അത് സെയിം തന്നെയാണ്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ ആരാധനയാക്കി തീർക്കുവാൻ്റെ കാരണം ആരാധിക്കുന്ന ജനങ്ങളുടെ പങ്കാളിത്തം വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ള പാട്ടുകൾ, അവർക്ക് താല്പര്യമുള്ളതായിട്ടുള്ള കൾച്ചറൽ എക്സ്പ്രഷൻസ്, ഇതെല്ലാം ഇതിനകത്ത് ഉളവാകുവാൻ്റെ കോണമുള്ള ഒരു തുറവി സഭയുടെ ഭാഗത്തുണ്ടാവേണ്ടതും ആവശ്യമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതേ കാലഘട്ടത്തിലൂടെ സാധ്യമായി തീരും എന്നത് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ
മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായുള്ള രംഗങ്ങളിലെല്ലാം അവരെ കഴിവതും മാർത്തോമാ സഭയുടെ ആരാധനയിൽ സംബന്ധിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആരാധനയില്ലാത്ത രംഗങ്ങളിൽ അവരെ അവിടെ ഒരുമിച്ച് കൂടി ആരാധനകൾ ഉണ്ടാക്കുന്നതിനായിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്കുണ്ട് എന്നത് മനസ്സിലാക്കാം. ആ അവസരത്തിൽ തന്നെ അവരുടെ പ്രയാസങ്ങളുടെ മധ്യത്തിൽ കൂടുതൽ പ്രവർത്തിക്കുന്നതിനായി സഭയും താല്പര്യപ്പെടുമ്പോൾ സഭയും പുതിയ തലമുറയും വ്യത്യസ്തമായ ഗ്രൂപ്പുകളായിട്ടുള്ള ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള സമൂഹമായിട്ട് മാനവരാശിയെ കാണുന്നതിന് ഇടയായിട്ട് തീരും. തുറവി ഒരു ഭാഗത്ത് ആവശ്യമുണ്ട്, മറുവശത്തായിട്ട് ഉൾച്ചേരൽ ആവശ്യമുണ്ട്. ഇത് രണ്ടും ചേർത്ത് നിർത്തുന്നതായിട്ടുള്ള അവസരത്തിൽ സഭ കാലികവും സംഗതവുമായി പ്രവർത്തിക്കുന്നതിന് ഇടയാകും എന്നത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചോദ്യത്തോട് ഞാനിത് അവസാനിപ്പിക്കുക. അത് മാർത്തോമാ സഭയിൽ ആരാധനാ രീതികൾ, ഒരു പ്രാർത്ഥനാശീലം, ഡിസിപ്ലിൻ ലൈഫ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ കൂട്ടക്കങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ സന്ധ്യാസമയത്തും പ്രാർത്ഥനകളും വേദപുസ്തകവും വായിക്കുന്ന രീതികളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പോസ്റ്റ് കോവിഡ് ടൈം സമയമായപ്പോഴത്തേക്ക് ഈ ആരാധനാ രീതികൾക്കൊക്കെ മാറ്റം വന്നു. ആളുകളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നൊരു കാഴ്ചപ്പാടുണ്ടായി. അതുകൂടാതെ ഇതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന ന്യൂ ജനറേഷൻ ചർച്ചകളുണ്ട്. ഡോക്ട്രിൻ, ഫേക്ക് ഡോക്ട്രിൻ അല്ലെങ്കിൽ പ്രോസ്പിരിറ്റി പറയുന്ന ചർച്ചകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു പഴഞ്ചൊല്ലിപ്പം പറയുന്നുണ്ട്, മാർത്തോമാ മൂത്ത് കഴിഞ്ഞാൽ പെന്തക്കോസ് ആകുന്നു. എന്നാൽ പെന്തക്കോസിന് ട്രഡീഷണലായ ചർച്ചകളുണ്ട്. പക്ഷേ ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യങ്ങൾ ചില മനുഷ്യ ആളുകൾ സഭകൾ രൂപീകരിച്ച് ധാരാളം ആളുകളെ മിസ്യൂസ് ചെയ്യുന്നു. അതിനെ എങ്ങനെയാണ് കാണുന്നത്? സഭ ഒരിക്കലും മനുഷ്യനിർമ്മിതമായ കൂട്ടായ്മയായിട്ട് മാറരുത്. സഭ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റേതാണ്. ദൈവം ക്രിസ്തുവിൽ വെളിപ്പെടുത്തിയതായിട്ടുള്ള സഭയാണ്. ക്രിസ്തുവിൻ്റെ കാൽവരി ക്രൂശിലെ പരമയാഗത്തിൽ വീണ്ടെടുത്തതായിട്ടുള്ള സഭയാണ്. ഈ കാതലായിട്ടുള്ള സത്യങ്ങളെ എല്ലായ്പ്പോഴും ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. എന്നാൽ അതിൽ മനുഷ്യ പങ്കാളിത്തമുണ്ട് എന്നത് ശരിയാണ്. ദൈവസ്നേഹത്തെ അറിയുമ്പോൾ സ്നേഹിക്കുന്നതിനായിട്ട് മനുഷ്യൻ്റെ ഭാഗത്തുനിന്ന് താല്പര്യം ഉണ്ടാവണം. അപ്പോൾ സ്നേഹിക്കുക, സ്നേഹം കൊടുക്കുക, ഈ രണ്ട് കാര്യങ്ങളും ഒരുപോലെ നടക്കുന്നതായുള്ള ഒരു രംഗത്താണ് ഈ ഹോളി കമ്മ്യൂണിയനുമൊക്കെ ഹോളി കുർബാനയുമൊക്കെ അർത്ഥവത്തായിട്ട് തീരുന്നത് എന്നത് ഞാൻ ചിന്തിക്കുന്നു. അങ്ങയുടെ ഒരുപക്ഷെ ഈ സ്ഥാനത്തിരിക്കുമ്പോൾ അങ്ങയുടെ ഒരു മാസ്റ്റർ വിഷൻ സഭയെക്കുറിച്ച് എന്താണ്? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സഭ ദൈവത്തിൻ്റേതാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ അത് സകല മനുഷ്യർക്കും ഉണ്ടാകുവാനായിട്ടുള്ള മഹാസന്തോഷമാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ സഭയുടെ രീതികളെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നതിനായിട്ടിടയായിട്ട് തീരുമ്പോൾ ഇത് ദൈവം സൃഷ്ടിച്ചതായുള്ള പ്രപഞ്ചത്തിന് വേണ്ടി ദൈവം വീണ്ടെടുത്തതായുള്ളൊരു സമൂഹമാണ് എന്നുള്ള കാഴ്ചപ്പാട് സഭയ്ക്കുണ്ടാകും. ആ കാഴ്ചപ്പാടുണ്ടാകുമ്പോൾ പ്രപഞ്ചത്തിലുള്ള സകല സൃഷ്ടിയുടെയും സന്തോഷവും സമാധാനവും നീതിപൂർവമായുള്ള ഇടപെടലുകളും എല്ലാമാണ് യാഥാർത്ഥ്യമായിട്ട് തീരേണ്ടത് എന്ന മൂല്യാധിഷ്ഠിതമായുള്ള ജീവിതക്രമത്തിലേക്ക് വളരുന്നതിന് ഇടയായിട്ട് തീരുകയും ചെയ്യും. അപ്രകാരം വളരുന്നതിന് ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് സാധ്യമായി തീരട്ടെ എന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നൽകിയ ഈ അവസരത്തിനായിട്ട് എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയും ചെയ്യുന്നു. 2025 കോഫി വിത്ത് ലൂക്കിലെ ആരംഭം കുറിക്കുന്നത് 22ാമത് മെത്രാപ്പോലീത്ത തിയോഡോസ് തിരുമേനി. അദ്ദേഹം വളരെ ലാളിത്യം, ലാവണ്യം നിറഞ്ഞ് ഒരുപക്ഷെ എന്നാൽ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്ത് സഭയെ നയിക്കുന്ന വളരെ വളരെ സൂക്ഷ്മമായി മുൻപോട്ട് പോകുന്ന ദൈവപുരുഷനാണ്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വേദപുസ്തക അടിസ്ഥാനത്തിൽ സഭ വളരുക, യങ്സ്റ്റേഴ്സിനെ വളർത്തുക, അല്ലെങ്കിൽ അവർക്കുള്ള പരിമിതികളെ അറിഞ്ഞുകൊണ്ട് മുന്നേറുക, അതാകണം നമ്മുടെ സഭ. സഭകൾ തമ്മിൽ ഐക്യത ഉണ്ടാകട്ടെ. മാത്രമല്ല പരിമിതികളില്ലാതെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ മഹാസ്നേഹം, കാൽവറി ക്രൂശിലെ ആ വലിയ സ്നേഹം തിരിച്ചറിയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആ വലിയ ഇവിടെ ഇടയശ്രേഷ്ഠൻ അല്ലെങ്കിൽ എക്സാമ്പിളായ ഇടയശ്രേഷ്ഠനാണ് ബഹുമാനപ്പെട്ട മാർത്തോമാ മെത്രാപ്പോലീത്ത. അങ്ങയുടെ ഈ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി കോഫി വിത്ത് ലൂക്ക് ചെലവഴിച്ചതിന് ഒത്തിരി നന്ദി. ദൈവം അധികമായി